BJPയുടെ രാഷ്ട്രീയ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറുകയാണ്. അതെ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തതോടെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഗത്ഭന്മാർ മത്സരിക്കാൻ പോകുന്നതും തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. അതെ. അപ്പോൾ ഇവിടെ നിന്നായിരിക്കുമോ കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരം എന്ന് പറയുന്നിടം ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു. കോർപ്പറേഷൻ ആരാധ്യ മേയർ വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം തുടരുന്നു. ഇത് ഒരു ഗുജറാത്ത് മോഡൽ ആണ് കേരളം. 84 ഗുജറാത്തിൽ അഹമ്മദാബാദ് പട്ടണം എന്ന് പറയുന്ന പട്ടണം കിട്ടിയതിന് ശേഷമാണ് ഗുജറാത്തിലേക്ക് BJP ഗവൺമെൻറ്റിൻ്റെ രംഗപ്രവേശം വന്നിട്ടുള്ളത്. പിന്നെ സൂറത്ത് നഗരസഭ കിട്ടിയതും ഗാന്ധിനഗർ നഗരസഭ കിട്ടിയതെല്ലാം പിന്നെയാണ്. അപ്പോൾ എവിടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കിട്ടിയാൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രയാണം കാസർഗോഡോട്ട് തല സ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് തുടരാമെന്നുള്ളതാണ് BJPയുടെ ഒരു എയിമും സംഘപരിവാറിൻ്റെ ഒരു നിഗമനവും. പ്രത്യേകിച്ച് സംഘത്തിൻ്റെ 100 വർഷമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിച്ചിട്ട് വരുന്ന വിജയദശമി 100 വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഒരു വിഷൻ കേരളത്തിനുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലുള്ള പോലത്തെ തന്നെ ഒരു വികസനം കേരളത്തിലും വരണമെന്ന് പരിവാറിനകത്തും ഭാരതീയ ജനതാ പാർട്ടിക്കും വർഷങ്ങൾക്ക് മുമ്പേ വളരെ കഠിനാധ്വാന പ്രയത്നം ചെയ്തുകൊണ്ട് നടന്നൊരു സംസ്ഥാനം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണെന്ന് CM സമ്മതിച്ചു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അവഗണിക്കാൻ പറ്റുകയില്ല. RSS അവരുടെ പിന്നിൽ പ്രവർത്തിക്കാനുണ്ട്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട CMൻ്റെ പത്രക്കാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവർ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച കേരളത്തിൽ സമ്മതിക്കുന്നു. ദേശാഭിമാനിയായാലും അവരുടെ ചിന്താവാരികയായാലും അവരുടെ സൈദ്ധാന്തിക ഇടതുപക്ഷ നിരൂപകരായാലും സമ്മതിക്കുന്ന ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച കേരളത്തിൽ വളരെ പെട്ടെന്നാണ്. എന്താ കാര്യം? അവരുടെ കുറ്റങ്ങളാണ്. അവർക്ക് ചെയ്യുവാൻ പറ്റാത്ത കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിരവധി സ്ഥാപനങ്ങൾ വരുന്നു. ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയായതിനു ശേഷമാണ് കരമന ഒരു കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം വരുവാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫിഷർമാൻമാരായിട്ടുള്ള തിരുവനന്തപുരത്തുള്ളവരും കൊല്ലത്തുള്ളവരും ആലപ്പുഴയുള്ളവരും എറണാകുളത്തുള്ളവരും കണ്ണൂരുള്ളവർക്കും തലശ്ശേരിയിലുള്ളവർക്കൊന്നും ഡൽഹിയിൽ പോകേണ്ട കാര്യങ്ങൾക്ക് അവരുടെ ബോട്ടിൻ്റെ കാര്യമായാലും അവരുടെ സബ്സിഡികളായാലും കുഞ്ഞുങ്ങളുടെ ഫിഷർമാൻമാരുടെ മക്കളുടെ പഠിത്തത്തിനായാലും കേന്ദ്ര ഗ്രാൻറ്റുകളും അവർക്ക് മോട്ടോർ പോകുന്നതിൻ്റെ കാര്യങ്ങൾക്കായാലും യമഹ പോലുള്ള മിഷ്യൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കരമനയുള്ള അവിടുന്ന് സബ്സിഡികൾ കൊടുക്കുവാൻ പോകുന്നു. നിരവധി ഓഫീസേഴ്സ് സാധാരണ എല്ലാ രാജ്യ തലസ്ഥാനത്തുമാണ് ഓരോ മന്ത്രാലയങ്ങൾ വരുന്നത്. ഇപ്പോൾ കസ്റ്റംസ് ആയാലും സെൻട്രൽ എക്സൈസ് ആയാലും ഇൻകം ടാക്സ് ആയാലും കോർപ്പറേറ്റ് ഓഫീസുകളെല്ലാം ഡൽഹിയിൽ വരും. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഫിഷർമാൻമാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യാലയം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ക്യാബിനറ്റും തിരുവനന്തപുരത്തിന് കൊടുത്തു. അതുപോലെ പല സ്ഥാപനങ്ങളും കൊടുക്കുവാൻ പോകും. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അവരുടെ നിലനിൽപ്പിന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ അവർക്കൊരു പ്രതിബദ്ധതയുള്ളൂ, ഒരു വിലയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ആൾക്കാർ BJPയിലേക്ക് വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ നമുക്കറിയാം. നമ്മൾ ഏറെ നാളുകൊണ്ട് പറയുന്നതാണ്. നേമം മണ്ഡലം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, പിന്നീട് കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളാണ്. ഇവിടെ എല്ലാം മത്സരിക്കുന്നത് പ്രഗത്ഭന്മാർ തന്നെയാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, കൃഷ്ണകുമാർ, ശ്രീലേഖ IPS, PK കൃഷ്ണദാസ്, ഇങ്ങനെ നീണ്ട നിര തന്നെയാണ്. അപ്പൊ പ്രഗത്ഭന്മാർ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നല്ലത് തന്നെയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രം BJP ഭരിക്കുന്ന സ്ഥിതിക്ക് തിരുവനന്തപുരത്തിന് വികസന നേട്ടങ്ങൾ ഉണ്ടാകാം. കാരണം തിരുവനന്തപുരത്ത് മുൻകാലങ്ങളിലൊക്കെ ജയിച്ചു പോയിട്ടുള്ള MP മാരെന്ന് പറയുന്നത് ഇതെല്ലാം വരുത്തന്മാരാണ്. ശശി തരൂർ വരെ തിരുവനന്തപുരത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം തിരുവനന്തപുരത്തുകാരായിട്ടുള്ളത് 2-3 പേരുണ്ടായിരുന്നു. ചാൾസും
ശിവകുമാറും നീലലോഹിതദാസൻ നാടാരും. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം വരുത്തന്മാരായിരുന്നു. പാണ്ഡ്യൻ രവീന്ദ്രന്, കൃഷ്ണമേനോൻ, PKV, MM ഗോവിന്ദൻ നായർ, ഇതൊന്നും നേട്ടം. കരുണാകരൻ വരെ മത്സരിച്ച് ജയിച്ചു. അപ്പോൾ തിരുവനന്തപുരത്തിന് വലിയൊരു വികസന കുതിപ്പായിരിക്കാം ഒരു പക്ഷെ പ്രതീക്ഷിക്കാം. അതെ, വികസന ഭാരതത്തിൻ്റെ സൗത്ത് ഇന്ത്യയുടെ ഹബ്ബായിട്ട് വിഴിഞ്ഞം വന്നതിന് ശേഷം തിരുവനന്തപുരത്തെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരുന്ന പ്രഗത്ഭന്മാർക്കെല്ലാം അസംബ്ലി സീറ്റ് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം രാജീവ് ചന്ദ്രശേഖർജി, അത് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റാണ്, കേന്ദ്രത്തിലെ IT മന്ത്രി കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. പുള്ളിക്ക് ബാംഗ്ലൂർ സിറ്റിയുടെ ചാർജ് കൊടുത്ത് യെദ്യൂരപ്പ സർക്കാർ അധികാരത്തിൽ വരാൻ കിണഞ്ഞ് ശ്രമിച്ചൊരു ദേശീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹം മലയാളി എന്നുള്ള നിലയിൽ ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കേന്ദ്ര നേതൃത്വം അയച്ചു. വന്നതിന് ശേഷം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അമിത്ഷായ്ക്ക് സന്തോഷമായി, നമ്മൾ അയച്ചത് പരാജയപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. തിരുവനന്തപുരത്തെ നഗരസഭ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ നേതൃത്വത്തെ കേരളത്തിൽ വന്ന പുതിയ രാജീവ് ചന്ദ്രശേഖർ ടീം കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര BJPയും അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര നേതാക്കൾക്ക് കേരളത്തോടൊരു ബഹുമാനവും കേരളത്തിൻ്റെ നേതാക്കൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം അമിത്ഷായ്ക്ക് വരുന്നതുകൊണ്ടാണ് നിരന്തരം അമിത്ഷാ തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമിത്ഷാ നേരത്തെ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ് തൃശ്ശൂർ BJPക്ക് MP ആയി. അവിടുത്തെ ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ, അതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതിചാണക്യനാണ് അമിത്ഷാ. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പരാജയപ്പെടുത്തുവാൻ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ഇന്ത്യ മുന്നണിക്കോ കഴിയുകയില്ല. അത്രയ്ക്കൊരു ബ്രെയിൻ, അത്രയ്ക്കൊരു എക്സ്പെർട്ട് ടീം അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട്. ആ ടീമിനെ തുലയ്ക്കുവാൻ കോൺഗ്രസിൻ്റെ ഒരു സന്ദീപ് പാത്ര ഉൾപ്പെടെ ശ്രമിച്ചു, നടന്നിട്ടില്ല. ആ ഒരു വിജയം എന്താണോ അമിത്ഷാ ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നത്, കേരളത്തേക്ക് അത് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിനൊരു ഈശ്വര വിശ്വാസം ഉള്ളതുകൊണ്ടും അനുകൂലമാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ജനങ്ങൾ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് ഈ രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത്. അല്ലാതെ ഇവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ടൊന്നും അല്ല. അവർ വന്നാൽ അവരൊരു പ്രോജക്റ്റ് കൊടുക്കും. ഇപ്പോൾ ഞാൻ വരുന്നു മൂന്നാറിൽ നിന്ന്, എനിക്ക് അവിടുത്തെ ഡെവലപ്മെൻറ്റ് ഇന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയിൽ ചെയ്തു തരണം. അത് അംഗീകരിക്കുവാൻ അമിത്ഷാജിയും ക്യാബിനറ്റും തയ്യാറാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നോ നാളെയോ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരിറങ്ങി പ്രവർത്തിക്കണമെന്ന് ഇന്നത്തെ കോറിൽ അമിത്ഷാജി പങ്കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേതാക്കൾ രംഗത്തിറങ്ങും. ഔദ്യോഗികമായിട്ട് അവർ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. ചന്ദ്രശേഖർജിക്ക് അനുവാദം കിട്ടി. അതുകൊണ്ടാണ് ചന്ദ്രശേഖർജി കണ്ണൂർ പ്രസിന് പറഞ്ഞത്, നേമത്ത് ഞാനായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ മിനിസ്റ്റർക്ക് പേടിയായി. മിനിസ്റ്റർ പറയുന്നു, എനിക്ക് ഇനി മത്സരിക്കുവാൻ വയ്യ. അല്ല, മറ്റു പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. പല ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ്, അതുപോലെ പിന്നെ വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാർ, കഴക്കൂട്ടത്ത് മുരളീധരൻ, കാട്ടാക്കടയിൽ കൃഷ്ണദാസ്. അത് പിന്നെ ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ലെങ്കിലും പക്ഷേ അത് ഉറപ്പായിട്ട് ഉള്ള ഇടങ്ങൾ തന്നെയാണ്. അത് കേന്ദ്ര നേതാക്കളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ് മുരളീധരൻ. ഈ മുരളീധരൻജി കാട്ടാക്കട പ്രവർത്തിച്ചുകൊള്ളൂ എന്ന് അനുവാദം കൊടുത്തിട്ടുണ്ട്. കൃഷ്ണദാസ് നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തിന് പറഞ്ഞിട്ട് താങ്കൾ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 36,000 പരം വോട്ട് കാട്ടാക്കട കിട്ടി, വീണ്ടും നിങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊള്ളുന്ന കേന്ദ്ര അനുമതി കിട്ടി. കേന്ദ്രവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള നേതാക്കൾക്ക് അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാർ ഈ വട്ടിയൂർക്കാവാണോ തിരുവനന്തപുരം സെൻട്രലാണോ എന്നുള്ളത് എവിടെയാണോ നോക്കി അദ്ദേഹത്തിന് അനുവാദം കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ IPS മാഡം, ശ്രീലേഖ മാഡം, അവരും ചിലപ്പോൾ ലിസ്റ്റിൽ വന്നുകൂടുന്നില്ല. ഇങ്ങനെ പല കൊല്ലത്ത് നല്ല നല്ല പ്രഗത്ഭർ ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കുപരി പുറത്തു നിന്നുള്ളവർക്ക് നിരവധി പേർക്ക് ഈ 2026 മെയ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ കൊടുക്കും. അവർ നോക്കുന്നത്, ദേശീയ നേതൃത്വം നോക്കുന്നത് കേരളത്തിലെ ക്രെഡിബിലിറ്റിയുള്ള നേതാക്കളാരെ, കാര്യപ്രാപ്തിയായിട്ടുള്ള ജനസ്വാധീനമുള്ള നേതാക്കളാരെ, അവർക്കെല്ലാം സീറ്റുകൾ. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ നല്ലൊരു തിരുവനന്തപുരം ജില്ലാ ടീമിൽ സ്റ്റേറ്റ്
ടീമിൽ നല്ല ബന്ധമുള്ള നേതാക്കൾ ആറ്റിങ്ങിലുണ്ട്. 34,000 പരം വോട്ട് കരസ്ഥമാക്കിയ ഒരു അസംബ്ലി മണ്ഡലമാണ് ആറ്റിങ്ങൽ. നിസ്സാരമല്ല. നെടുമങ്ങാട് വി രാജേഷ് നിന്നപ്പോൾ പോലും 34,000 പരം വോട്ട് നെടുമങ്ങാട് കിട്ടിയിട്ടുണ്ട്. പാറശാല എന്തിനേറെ പറയുന്നു, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാറശാല ഭാരതീയ ജനതാ പാർട്ടിക്ക് 36,000 സംതിങ് വോട്ട് കിട്ടിയിരിക്കുന്നു. നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പാറശാലയും ഉണ്ട്. അതുപോലെ തന്നെ ചിറയൻകീഴ് മണ്ഡലം, കോസ്റ്റൽ മേഖലയിലേക്ക് വരുന്നൊരു മണ്ഡലമാണ് ചിറയൻകീഴ്. അവിടെ നേരത്തെ ഇന്നത്തെ ഡെപ്യൂട്ടി മേയർ കുട്ടി നിന്നപ്പോൾ നല്ല വോട്ട് 30,000 പോയി. ഇപ്പോഴത്തെ ത്രിതല തിരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് 33,000 സംതിങ് വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. മിനിമം ഒരു 42,000 46,000 വോട്ടുകൾ പിടിക്കുന്ന അസംബ്ലി കാൻഡിഡേറ്റുകൾ വിജയിക്കുവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ 5 മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി എ ക്ലാസ് മണ്ഡലമായിട്ട് നേതാക്കളെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ സെൻട്രൽ കമ്മിറ്റി അനുവാദം കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.